VC നിയമനത്തിൽ ഗവർണറുടെ നീക്കം പൊളിച്ചിരിക്കുകയാണ് സർക്കാർ. ഗവർണർ നിയമിച്ച സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർക്കാർ പ്രതിനിധി പിന്മാറുകയാണ് ചെയ്തത്. സർവകലാശാല സെനറ്റ് പ്രതിനിധി പ്രൊഫസർ എ സാബു ആണ് ഇങ്ങനെ പിന്മാറിയത്. പിന്മാറുന്നതായി ചൂണ്ടിക്കാട്ടി സാബു ഗവർണർക്ക് ഇമെയിൽ സന്ദേശം അയച്ചു. ഇതോടെ ഗവർണർ പുറത്തിറക്കിയ സെർച്ച് കമ്മിറ്റി പട്ടിക അസാധുവാകുമെന്നുള്ളതാണ് സംഗതി. അപ്പോൾ അത് ഗവർണർ വഴങ്ങുന്നത് വരെ സമവായം വേണ്ട എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്നുകൂടി ഇതിലൂടെ വ്യക്തമാവുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തേടേണ്ടതുണ്ട്. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ കേരളപ്പിറവി ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്ന് വിജിന് കേരളപ്പിറവി ദിനമായിട്ടൊരു കേരളീയ വേഷത്തിലൊക്കെ പ്രതീക്ഷിച്ചു. ഇനിയിപ്പോ മുണ്ടാണോ എടുത്തിരിക്കുന്നത് അറിയില്ലല്ലേ? അപ്പോൾ കേരളപ്പിറവി ആശംസകൾ നേരുന്നു. താങ്ക് യു നൗഫൽ, ജിൽസി. താങ്ക് യു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സർവകലാശാലകൾ കുറച്ചധികം നാളുകളായി ഇങ്ങനെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും പോരുകൾക്കൊക്കെ വേദിയായിട്ട് ഇപ്പോൾ ഈ സെർച്ച് കമ്മിറ്റി അസാധുവാകുന്ന നീക്കം നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് സർക്കാരിന്റെ അറിവോടെ തന്നെയായിരിക്കും. ഗവർണറെ സർക്കാരിന്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള നീക്കമായിരിക്കും. ഇനി സെർച്ച് കമ്മിറ്റി അസാധുവാകുന്നത് വഴി എന്തൊക്കെ നീക്കങ്ങൾ ഇതിലൂടെ നടത്താൻ കഴിയും? ഗവർണർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നൗഫൽ, ജിൽസി, ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് വലിയ നിയമ നടപടികൾക്ക് ഒക്കെ ശേഷം കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് സ്ഥിരം VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് പ്രൊഫസർ എ സാബുവെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് ഗവർണർക്ക് പ്രതിനിധിയുടെ ലിസ്റ്റായി അറിയിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു. കാരണം ഗവർണർ, ഒപ്പം തന്നെ UGC, ഈ സർക്കാർ പ്രതിനിധി, അങ്ങനെ 3 പ്രതിനിധികൾ അടങ്ങുന്നതാണ് സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ സെർച്ച് കമ്മിറ്റി സ്വാഭാവികമായും ഗവർണറുടെയും UGCയുടെയും പ്രതിനിധി അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കും എന്നുള്ളതായിരുന്നു സർക്കാർ കരുതുകയും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പ്രതിനിധി അയക്കാതിരിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇതൊരു നിയമ നടപടികളിലേക്ക് ഒക്കെ പോയ ഘട്ടത്തിലാണ് സർക്കാർ പ്രത്യേകിച്ച് സർവകലാശാല സെനറ്റ് ഇങ്ങനെ ഒരു സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ കൊടുക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. പക്ഷേ ഇന്നലെയാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ അതിന് നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. 3 പേരെയും നിയമിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇറക്കിയത്. പക്ഷേ ഇന്നലെ തന്നെ പ്രൊഫസർ എ സാബു തനിക്ക് സെർച്ച് കമ്മിറ്റിയിൽ തുടരാൻ കഴിയില്ല, അംഗമാകാൻ കഴിയില്ല എന്ന് കാണിച്ച് ഗവർണർക്ക് ഇമെയിൽ സന്ദേശം അയക്കുകയായിരുന്നു. ഇതോടെ ഗവർണർ ഇന്നലെ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി തന്നെ ഇല്ലാതായി, അത് അസാധുവാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. രാഷ്ട്രീയ പോരിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിലവിലിപ്പോൾ ഈ വിഷയം ഹർജിയായി പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് മാറ്റിവെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അല്ല അധികാരം, തനിക്ക് ആ അധികാരം വേണം. UGC പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണം എന്ന കാര്യം ഉൾപ്പെടെ കാണിച്ച് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലും അതിനു മുമ്പ് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അധികാരങ്ങൾ എന്താണ് എന്നുള്ള തരത്തിലുള്ള ഹർജിയും ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കേണ്ട, കാരണം എല്ലാ സർവകലാശാലകളിലും ഇങ്ങനെയൊരു ഇപ്പോൾ ഒരു പ്രതിനിധിയെ നിയമിക്കുകയും ആ പ്രതിനിധിയുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റി മുന്നോട്ട് പോവുകയും VC നിയമനം നടത്തുകയും ഒക്കെ ചെയ്താൽ അത് മറ്റ് സർവകലാശാലകളിലും ബാധകമാകും എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ ഗവർണറുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്താണ് ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും സർക്കാർ തന്നെയായിരുന്നു മുമ്പ് ഈ ഗവർണറുടെ പ്രതിനിധിയെ കൂടി തീരുമാനിച്ച് നൽകുന്നത്. സാങ്കേതികമായി മാത്രം ഗവർണറുടെ പ്രതിനിധി ഉണ്ടാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ സർക്കാരിന് 2 പ്രതിനിധികളും ഒപ്പം തന്നെ UGCയുടെ ഒരു പ്രതിനിധിയും ചേർന്നാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാതെ. അങ്ങനെ സർക്കാരിൻ്റെ മേൽക്കൈയിൽ ഉള്ള സ്ഥിരം VCമാരാണ് എല്ലാ സർവകലാശാലകൾക്കും ഉണ്ടാവാറ്. അത് കാലങ്ങളായി തുടരുന്ന ഒരു പതിവ് കൂടിയായിരുന്നു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തിയതിനു ശേഷമാണ് തൻ്റെ പ്രതിനിധിയെ താൻ തന്നെ നിയമിച്ചു കൊള്ളാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിനുള്ള മേൽക്കൈ നഷ്ടപ്പെടുകയും ചെയ്തത്. സർക്കാരിനുള്ള മേൽക്കൈ നഷ്ടപ്പെടുമ്പോൾ ഇടതുപക്ഷം ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സംഘപരിവാർ വൽക്കരണം നടത്താനുള്ള VCമാരെ നിയമിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും എന്ന്
എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഗവർണറുമായി നേരിട്ടുള്ളൊരു പോര് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ പോര് തുടരുന്നതിനിടയിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ഗവർണർ മുന്നോട്ട് പോയത്. പക്ഷേ അതിനെ പൂർണ്ണമായും വെട്ടുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും രാഷ്ട്രീയപരമായ പോരിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. നിലവിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും സുപ്രീം കോടതി തന്നെ രൂപീകരിക്കുകയും ആ സെർച്ച് കമ്മിറ്റി നിലവിൽ മുഖ്യമന്ത്രിക്ക് VC നിയമന പട്ടിക കൈമാറുകയും ചെയ്തു. ആ പട്ടിക മുഖ്യമന്ത്രി നിലവിൽ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പ്രയോറിറ്റി നിശ്ചയിച്ച് മുഖ്യമന്ത്രി നൽകിയ കത്തിൽ ഒരു തീരുമാനവും നിലവിൽ ഗവർണർ കൈക്കൊണ്ടിട്ടില്ല. സുപ്രീം കോടതിയിൽ താൻ നൽകിയ ഹർജി അത് പരിഗണിച്ച ശേഷം മതി തീരുമാനം എന്നുള്ള നിലപാടിലാണ് ഗവർണർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ സർക്കാർ ഒരു തരത്തിലും ഗവർണർക്ക് വഴങ്ങില്ല എന്നുള്ള തീരുമാന പ്രഖ്യാപനമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിന്റെ പ്രതിനിധിയെ ആ സെർച്ച് കമ്മിറ്റിയിൽ നിന്നും പിൻവലിക്കുകയും അവരോട് അതിൽ തുടരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇന്നലെ ഗവർണർ നിയോഗിച്ച സെർച്ച് കമ്മിറ്റി അസാധുവായിരിക്കുന്നത്.